കുമാർ, എന്താ വന്നത്? പരിഹസിക്കാനാണോ? വേണ്ട. ഞാൻ വന്നത് നമ്മൾ തമ്മിലൊരു യുദ്ധത്തിനല്ല. കുമാറിന് എന്ത് പറ്റിയെന്ന് അറിയാനാ. ഓ, അതിനിപ്പോഴും തനിക്ക് ഞാനുമായിട്ട് ഒരു ബന്ധമൊക്കെ ഉണ്ടോ? അതെന്താ ഇല്ലാതെ വരാൻ? ഒന്നോ രണ്ടോ വഴക്ക് കൂടലൂടെ നശിച്ചു മുറിഞ്ഞു പോകുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? ഇതെങ്ങനെയാ സംഭവിച്ചത്? സംഭവിച്ചത് അടി കൊണ്ടിട്ടാ. ബാറിന് മുന്നിലിട്ട് എന്നെ ചിലർ തല്ലി. എന്തിന്? അറിയില്ല. വേറെ ആരെങ്കിലും ആണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഞാനായിട്ട് തല്ലുകൊള്ളേണ്ട കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? തികഞ്ഞ തല്ലുകൊള്ളിത്തരമല്ലേ ഇന്നലെ റെസ്റ്റോറന്റിൽ വന്ന് എന്നോട് പറഞ്ഞത്. കമ്പനിയിലെ എത്ര പേര് അവിടെ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ഇനി അവരുടെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ. കുമാർ എന്നെ ചവിട്ടി താഴ്ത്തിയത് പാതാളത്തിലേക്കായിരുന്നു. എനിക്ക് വലിയ സങ്കടമുണ്ട്. അറിയാം. ഇന്നലെ രാത്രി ഈ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കിടുന്ന ഓരോ നിമിഷവും ഞാൻ ആലോചിച്ചതും അത് തന്നെയായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. ഒരു പുരുഷനും താൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീയോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. ഐ എം സോറി കൃഷ്ണ. ഐ എം വെരി വെരി സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. കുമാറിനെ അതിലേക്ക് പ്രൊവോക്ക് ചെയ്ത തെറ്റ് ഞാനും ചെയ്തതാ. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, അത്ര തന്നെ. എക്സ്റേ കിട്ടി. കുമാറിന് ഭാഗ്യമുണ്ട്. എല്ലിന് വലിയ പൊട്ടലൊന്നുമില്ല. ലിഗമെന്റിന് ചെറിയൊരു ട്രീറ്റ്മെന്റ് നടത്തിയാൽ മതി. 1-2 ദിവസം കൈ സ്ലിങ്ങിലിട്ട് നടക്കേണ്ടി വരും. ഓക്കെ ഡോക്ടർ. അല്ല, ഇത് മിസ്സസ് ആണ് ഡോക്ടർ. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വിവരം അറിഞ്ഞു വന്നതാ. ആ, വന്നത് നന്നായി. കുമാറിന്റെ കൈ ഒട്ടും അനങ്ങാതെ ശ്രദ്ധിക്കണം. മെഡിസിൻ എടുത്താൽ മതി, എല്ലാം ശരിയാവും. എങ്ങനെയുണ്ട് കുമാർ? വേദന സിവിയർ ആയിട്ടുണ്ടോ? വലിയ കുഴപ്പമില്ല ഡോക്ടർ. സഹിക്കാവുന്ന വേദനയുള്ളൂ. കൈക്ക് നല്ല മുറുക്കമുണ്ട്. ആ, അത് നീര് താടുമ്പോ അങ്ങ് ശരിയായിക്കോളൂ. തൽക്കാലം ആ കൈ കൊണ്ട് ക്രിക്കറ്റ് കളിക്കാനും മുദ്രാവാക്യം വിളിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഏയ്, സെയിം മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി. യെസ് ഡോക്ടർ. ശരി ഡോക്ടർ. അപ്പോ നിങ്ങൾ രണ്ടാളും വീണ്ടും അച്ചീനായരും ആയോ? സി, ഇതാ ഞാനും മധുവും പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഇണക്കപ്പിണക്ക കലാപരിപാടികൾ അവസാനിപ്പിക്കാൻ. അല്ല, എന്തായിരുന്നു കുമാറെ ഇന്നലെ റെസ്റ്റോറന്റിൽ വെച്ച് മൈതാന പ്രസംഗം? കൗരവ സഭയിലെ പോലെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൃഷ്ണവേണിയുടെ വസ്ത്രാക്ഷേപമായിരുന്നു എന്ന് കേട്ടല്ലോ. ഓ, അതൊക്കെ കഴിഞ്ഞു മെൽവിൻ. ചെയ്തതിന്റെ ഒക്കെ ശിക്ഷയാ ഇപ്പൊ ഇവിടെ കിടത്തിയിരിക്കുന്നത്. ഞാൻ ഇനി കൃഷ്ണവേണിക്കെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടില്ലാൻ തീരുമാനിച്ചു. ഇനി മിണ്ടേണ്ടത് എന്റെ വീട്ടുകാരോടാ. വീട്ടുകാരോടോ? അതെ. പാലക്കാട് പട്ടന്മാരായ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട്. ഞാൻ ഉടൻ അവരെ ചെന്ന് കണ്ട് പറയാൻ പോവാ ഇവളുടെ വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിക്കാൻ. സംഗതി അതിന്റെ ഫോർമാലിറ്റി തന്നെ ആവട്ടെ. അതല്ലേ നല്ലത്. കറക്റ്റ്. അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോ അങ്ങനെ തന്നെ വേണം. പ്രത്യേകിച്ച് വീട്ടുകാരുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യം. കുമാറിന്റെ വീട്ടുകാര് കുമാർ പറയുന്നത് അനുസരിക്കൂ. പക്ഷെ കൃഷ്ണവേണി സ്വന്തം കാര്യം ഇപ്പോഴും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. എന്താടി, നിനക്ക് നാട്ടിൽ ചെന്ന് പെറ്റമ്മയോട് ഒരു വാക്ക് ചോദിക്കണ്ടേ? അതോ രജിസ്റ്റർ കല്യാണമാണോ നീ മനസ്സിൽ കാണുന്നത്? നിൽക്ക്. നീ ഇതൊന്ന് സ്പീഡ് പോസ്റ്റ് ചെയ്യണം. ജോലിക്കുള്ള ആപ്ലിക്കേഷനാ. കാശ് ഇതെന്താ 50 രൂപ? ചാർജ് 40 ഉള്ളൂ. അപ്പൊ പെട്രോൾ അടിക്കണ്ടേ? അതിന് നിനക്ക് ബൈക്കൊന്നും ഇല്ലല്ലോ. എനിക്കില്ല. പക്ഷെ ഫ്രണ്ടിന്റെ ബൈക്കിൽ പെട്രോൾ അടിച്ചു കൊടുത്താലേ അവൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടാക്കൂ. അതെന്തിനാ ബൈക്ക്? നിനക്ക് നടന്നു പോക്കൂടെ? അത് ചേച്ചി അങ്ങ് പോയാ മതി. എനിക്കോ നിക്ക്. ചേച്ചി, എന്താ ഇങ്ങോട്ട്? അതെന്താണ് അങ്ങനെ ചോദിക്കുന്നേ? കഴിഞ്ഞ ദിവസമേ നീ ഇവളോട് കുറച്ച് അധിക പ്രസംഗം പറഞ്ഞതാ. ഈ വീട്ടിൽ കയറാൻ ഇവക്ക് വിലക്കുണ്ടെങ്കിലേ ഇവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നീ വാ മോളെ. വേണ്ട മായി. ചേച്ചിക്ക് ഈ വീട്ടിൽ കയറാൻ ആരുടെ ഒരു വിലക്കൂല്ല. നീ പോടാ. ചേച്ചി വാ. അമ്മയ്ക്ക് എന്നോടുള്ള നീരസം മാറിയില്ല ഇതുവരെ. ഓ, ഞാനാരാ നിന്നോട് നീരസപ്പെടാൻ? നീ വലിയ കമ്പനി ഉദ്യോഗസ്ഥയല്ലേ? ദേ സരോജിനി, വീണ്ടും ഓരോന്ന് പറഞ്ഞ് ഇവളെ വിഷമിപ്പിക്കരുത്.
ഇവള് കമ്പനി ഉദ്യോഗസ്ഥയായെങ്കിലേ അത് ഇവളുടെ കഴിവാ. അതിൽ നീ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? അതെ, നമുക്കറിയാവുന്നതല്ലേ കാര്യങ്ങൾ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം പറഞ്ഞ് അച്ഛൻ ചേച്ചിയെ എന്നും ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ഇന്നിപ്പോ അച്ഛനില്ല. ഇനിയെങ്കിലും നമ്മൾ ചേച്ചിയോട് നന്നായിട്ട് വേണം പെരുമാറാൻ. അത് ഞങ്ങൾ എപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞതാ. മാത്രമല്ല, കൃഷ്ണയെ ഇനി വീട്ടിൽ നിർത്താൻ ഞാനും സരോജനയും കൂടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇവള് വരുമ്പോ പറയാനിരുന്നതാ. എടി സരോജിനി, ഞാൻ പറയണോ അതോ നീ തന്നെ പറയൂ? ഓ, നീ പറഞ്ഞാ മതി. എന്നാ ഞാൻ തന്നെ പറയാം. അതെ, നിന്റെ കല്യാണം ഞങ്ങളങ്ങ് നിശ്ചയിച്ചു, നകുലനുമായിട്ട്.